ഇന്ന് വരെ നീ നബിയെ കണ്ടിട്ടുണ്ട്? എത്ര കൊല്ലം കൊണ്ട് സ്നേഹിക്കുന്ന എന്റെ മുന്നിൽ ഒരു 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരും ഇരിപ്പുണ്ട്. നിങ്ങൾ ഇന്ന് വരെ ഇത്ര കൊല്ലം സ്നേഹിച്ചിട്ട് എന്തേ ഇന്ന് വരെ നബിയെ കാണാൻ കഴിയാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മ വരുന്നു, ഈ തിരൂര് വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുന്താസ് എന്ന 21 വയസ്സുള്ള ഒരു പെങ്ങൾ എഴുതി എഴുത്ത് ഞാൻ വായിച്ചു. നൗഷാദ് ബാഖവിക്ക് എഴുതി എഴുത്ത നിങ്ങളുടെ ഈ വൈലത്തൂർ, മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള 21 വയസ്സുള്ള മുന്താസ് എന്ന് പറയുന്ന ഒരു പെണ്ണൊരു എഴുതി തിരുവനന്തപുരത്തേക്ക്. ആ എഴുത്ത് വായിക്കാനിടയായി ഇന്നത് പറയുമ്പോഴും എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്. മുന്താസ് എന്ന പൊന്നമകൾ എഴുതി എഴുത്തുന്നെന്നറിയൂ? ആ പ്രിയപ്പെട്ട പെങ്ങൾ എഴുതുന്ന ഉസ്താദെ, ഞാൻ ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് 2ാം വർഷം പഠിക്കുന്നവളാണ്. എന്റെ കുടുംബത്തിൽ ആർക്കോ സുഖമില്ലാതെ പെട്ടെന്ന് കോള് വന്നു. കോളേജിൽ നിന്ന് നേരെ ട്രെയിൻ കയറിയിട്ട് ഞാൻ കോഴിക്കോടേക്ക് യാത്രയായി. ട്രെയിനിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മൊബൈലിൽ ചാർജർ തീർന്നുപോയി. ചാർജർ എടുത്തില്ല, മൊബൈൽ ഓഫായി പോയി. വായിക്കാനൊരു പുസ്തകവും എന്റെ കയ്യില്ല, എന്റെ കയ്യിലൊന്നുമില്ല. ട്രെയിനകത്ത് തനിച്ചിരുന്നിട്ട് ബോറടിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പെങ്ങൾ എഴുതുന്ന ഉസ്താദെ, ഒരു ചെറുപ്പക്കാരൻ കുറച്ച് പുസ്തകം കൊണ്ടുവന്ന് എന്റെ മുന്നിൽ വെച്ചു. 21 വയസ്സുള്ള മുന്താസ് എന്ന പൊന്നുമോൾ എഴുതുകയാ, വൈലത്തൂരുകാരിയാ, നിങ്ങളുടെ പരിസര പ്രദേശമല്ലേ? ആ പ്രിയപ്പെട്ട പെങ്ങൾ എഴുതുന്ന ഉസ്താദെ, പുസ്തകം കൊണ്ടുവച്ചു. ഞാൻ ആ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നൊരു പുസ്തകം എടുക്കുകയാണ്. അതാ ചരിത്രം, ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എടുക്കുകയാ. അതിന്റെ 34ാമത്തെ പേജ് ഞാനൊന്ന് തുറന്നു നോക്കി. ഞാനങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ ഒരു സഹാബിയുടെ കഥ വായിക്കുകയാ. ഏത് സഹാബി എന്നറിയുമോ? മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുകയാ. എന്തേ എഴുതിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതെ സ്നേഹിച്ച സഹാബിയാണ്. ഒരിക്കൽ പോലും പ്രവാചകനെ കണ്ടിട്ടില്ല. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വരുന്ന ജനങ്ങളെയും കാത്ത് എല്ലാ ദിവസവും രാവിലെ പോയി കമ്പോളത്തിൽ നിൽക്കുകയാ. മദീനയിൽ നിന്ന് വരുന്ന ഒരു വിഭാഗം ജനങ്ങൾ വന്ന് പറഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രവാചകന്റെ പല്ല് പോയി. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് പോയി. ഉവൈസുൽ ഖർനി ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പോയി എന്ന് പറഞ്ഞപ്പോൾ ഉവൈസുൽ ഖർനി ബോധം കെട്ട് വീഴുകയാ. അവിടെ നിന്ന് ജനങ്ങൾ മുഴുവനും മടങ്ങിപ്പോയി. അതാ കുറച്ചു കഴിഞ്ഞ് ബോധമുണ്ടാകുമ്പോൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു അതാ ചിന്തിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പോയല്ലോ. ഏത് പല്ലാ പോയതെന്നറിയില്ല, ഏത് പല്ലാ പോയതെന്നറിയില്ല. ഉടനെ താഴെ കിടന്ന ഒരു കല്ലെടുത്തിട്ട് തന്റെ വായിക്കകത്തുള്ള സർവ്വ പല്ലും ഇടിച്ചു പൊട്ടിക്കുകയാ. എന്നിട്ട് പറയുന്നു, എന്റെ പ്രവാചകന് പല്ലില്ലെങ്കിൽ എനിക്കും പല്ല് വേണ്ടെന്ന് പറഞ്ഞ് തന്റെ വായിക്കകത്തുള്ള സർവ്വ പല്ലുകളും കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു കളഞ്ഞ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയങ്ങോട്ട് വായിക്കുമ്പോൾ ആരാണ് പ്രവാചകൻ എന്നറിയാൻ ആഗ്രഹം തോന്നുകയാ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് തന്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുന്ന വേളയിൽ ഏതോ ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് പ്രവാചകന്റെ ജീവചരിത്രം വാങ്ങുകയാണ്. ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതചരിത്രം വായിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി പ്രവാചകരെ അങ്ങോട്ട് വായിച്ചു പഠിക്കുമ്പോൾ 7 പ്രാവശ്യത്തോളം ആ പുസ്തകം വായിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹം തോന്നുകയാണ്. നിസ്കരിക്കാൻ പഠിക്കുകയാ, ഖുർആൻ ഓതാൻ പഠിക്കുകയാ, സലാത്ത് പറയാ പഠിക്കുകയാ. ആ പ്രിയപ്പെട്ട പെങ്ങൾ എഴുതുന്ന ഉസ്താദ്, എന്റെ ജീവിതം എങ്ങനെയെന്നറിയുമോ? 4 ചെറുപ്പക്കാരുടെ കൂടെ ഒരേ റൂമിനകത്താ ബാംഗ്ലൂരിൽ കിടക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. പിയർ കുടിക്കുന്നവളാ. ഏത് പടമിറങ്ങിയാലും ആദ്യമായിട്ട് കാണാൻ പോകുന്നവളാ. ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഖുർആൻ ഓതിയിട്ടില്ല, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് പറയാത്തവളാ. മുന്താസ് എന്ന 21 വയസ്സുള്ള പൊന്നുപോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സലാത്ത് പറഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളമെടുക്കും. ആ വെള്ളത്തിനകത്തേക്ക് ഊതുകയാണ്. മുന്താസ് എന്ന പൊന്നുപോൾ സലാത്ത് പറഞ്ഞിട്ട് വെള്ളത്തിനകത്തേക്ക് ഊതിയിട്ട് അടച്ചു വെക്കും. പാതിരാത്രിയിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും, പടച്ചവരെ, എനിക്ക് പ്രവാചകനെ കാണാൻ ആഗ്രഹമുണ്ട് റബ്ബേ.
അതാ ദുആ ചെയ്യുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് സലാത്ത് പറഞ്ഞ് വെള്ളമെടുത്ത് തന്റെ കണ്ണ് രണ്ടും കഴുകിയിട്ട് സ്വപ്നം കാണാ കാത്തു കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 6.5 കൊല്ലമാ സ്നേഹിച്ചത്, 6.5 കൊല്ലമാ സ്നേഹിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകര് 6.5 കൊല്ലം സ്നേഹിച്ചിട്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കിടക്കുമ്പോ തന്റെ കിടപ്പറയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നെന്ന് 21 വയസ്സുള്ള മുംതാസെന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന പൊന്നുപോലെ എഴുതുമ്പോ എന്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞുപോയി. 21 വയസ്സുള്ള ഒരു പെണ്ണ് 6.5 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചപ്പോൾ ആ പെണ്ണിന് പ്രവാചകനെ കാണാൻ കഴിഞ്ഞെങ്കിൽ 28 കൊല്ലം കൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഖുർആൻ പഠിച്ച് വാഴ പറഞ്ഞു നടക്കുന്നവരാ. എനിക്കിന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്കിന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കള്ളമല്ലേ, ഞാൻ പറയുന്നത് കള്ളമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം 6.5 കൊല്ലം ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞെങ്കില് നമ്മളെ കൊണ്ട് എന്ത് നേടിയുപ്പാ? താടി ധരിച്ചല്ലോ, മുടി നിറച്ചല്ലോ, തുടികളെല്ലാം ചെലുങ്ങിയല്ലോ, പ്രായം കുറെ ആയില്ലേ, എന്നിട്ടും എന്തേ ഉപ്പാ നിനക്കിന്ന് വരെ കാണാൻ കഴിയാത്തത്? എന്തേ നിന്നെ വിളിച്ച് നിന്റെ പ്രവാചകര് നിന്റെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്? എന്നെ പോലെയല്ല, നിസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ ദിക്ർ പറയാതെ സൽക്കർമ്മം ചെയ്യാതെ അഹങ്കാരിയെ പോലെ മതിമറന്ന് ജീവിച്ചവര് പെണ്ണ് 6.5 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചപ്പോൾ പ്രവാചകനെ കാണാൻ കഴിഞ്ഞെങ്കിൽ നമ്മള് കള്ളം പറയുന്നവരല്ലേ, നമ്മള് കള്ളം പറയുന്നവരല്ലേ? ഒന്ന് ചിന്തിക്കും മനുഷ്യ, ഒന്ന് ചിന്തിക്കും മനുഷ്യ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ പ്രവാചകര് സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലോ, ഭാഗ്യം നൽകണേ അല്ലോ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. 6.5 കൊല്ലം ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, ദിക്ർ പറഞ്ഞിട്ടില്ല. ആ പെണ്ണ് 6.5 കൊല്ലം സ്നേഹിച്ചപ്പോ നബിയെ കാണാൻ കഴിയും. ഞാൻ എന്റെ കാര്യം 28 കൊല്ലം കൊണ്ട് സ്നേഹിക്കാൻ എനിക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു മരിക്കണതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ചിന്തിക്കും മനുഷ്യൻ, നമ്മളൊക്കെ എന്ത് മനുഷ്യന്മാർ, ആരെയാ ജീവിക്കും? എന്താ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥമാണ്? ഇത്ര കൊല്ലം കൊണ്ട് 50-60 വയസ്സായില്ലേ ഉപ്പ, നിനക്ക് ഇന്ന് വരെ ഭാഗ്യം കിട്ടിയിട്ടു? എന്തേ നിന്റെ കണ്ണൊന്നും അറിയാത്തത്? എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പടച്ചവനെ, എന്റെ ജീവിതത്തിൽ അർത്ഥമില്ലല്ലോ, എനിക്ക് എന്റെ കാര്യം തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോഴിത് പറയുമ്പോ കണ്ണെന്നറിയും. അപ്പൊ എനിക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു മരിക്കണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണ സഹോദരൻ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടി നമ്മുടെ കരടിന്റെ കഷ്ടത്തിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ വേസ്റ്റ് ആയിപ്പോയി, നമ്മളൊക്കെ വെറും ചണ്ടികളായിപ്പോയി.